ഹേ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഗവൺമെൻറ്റിനെ പറ്റിയാണ്. ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറയണേ. കാര്യം വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ്റെ ടൈമൊക്കെ അടുത്ത് വരുവാണല്ലോ. അപ്പം എത്ര പേർക്കറിയാം, ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. ഈ ഇടയ്ക്കെന്നല്ല, അറിയായിരുന്നു, പക്ഷേ പൂർണ്ണമായിട്ട് ഇതിനെപ്പറ്റി എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം പലരും വിചാരിച്ചേക്കുന്നത്, ഞാൻ ഉൾപ്പെടെ വിചാരിച്ചേക്കുന്ന ഒരു കാര്യമാണ്, ഗവൺമെൻറ് ചെയ്തു തരുന്ന കുറേ വികസനങ്ങളുണ്ടല്ലോ, റോഡ് പണി ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ഫെസിലിറ്റേഷൻ ആകട്ടെ, ഇതൊക്കെ ഗവൺമെൻറ് ചെയ്തു തരുന്ന സഹായമാണെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതൊന്നും സഹായമല്ല, ഇതൊക്കെ നമ്മുടെ അവകാശമാണെന്ന് എനിക്ക് കുറച്ച് മുമ്പെയാണ് എനിക്ക് മനസ്സിലായത്. ഇതെങ്ങനെ നമ്മുടെ അവകാശമാകുന്നതെന്ന് ഞാൻ പറയാം. നമ്മളൊരു ചായ കുടിക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു മുട്ടായി വാങ്ങുവാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു പാൽ വാങ്ങുവാണെങ്കിലോ, എന്ത് വാങ്ങിയാലും നമ്മുടെ കയ്യിൽ നിന്ന് GST പോകുന്നുണ്ട്. ഈ GST പോകുന്നത് നമ്മുടെ ഖജനാവിലേക്കാണ്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്കാണ് ഈ പൈസ പോകുന്നത്. അപ്പോൾ ഈ പൈസയിൽ നിന്നാണ് ഓരോ വികസനങ്ങൾ ചെയ്യുന്നത്. ക്ഷേമ പെൻഷൻ ആയിക്കോട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള സാലറി ആയിക്കോട്ടെ, റിട്ടയർഡ് ആയവർക്കുള്ള പെൻഷന്, റോഡ് പണികൾ, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇമ്പ്രൂവ് ആക്കുന്നത്, ഇതൊക്കെ ആ പൈസയിൽ നിന്നാണ്. ഏകദേശം ഒരു വർഷം 30,000 കോടി വരെ കിട്ടും എന്നാണ് എൻ്റെ അറിവിലുള്ളത് കേട്ടോ. മാസം ഒരു 2,000 കോടിയോളം കിട്ടുമെന്നാണ് എനിക്കറിയാവുന്ന കാര്യം. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക, ഇത് സഹായമല്ല, നമ്മുടെ അവകാശമാണ്. നമ്മുടെ എല്ലാവരുടെയും പൈസ കൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പം ഇതുപോലെയാണ് എല്ലാവരും ചിന്തിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറേ കാലം വേറെ രീതിയിലാണ് ചിന്തിച്ചത്. അപ്പം നിങ്ങൾക്കിത് അറിയാമോ ഇല്ലോ എന്ന് കമൻറ്റിലും പറയും. നീ ചിന്തിച്ചതിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന്. ആയിരിക്കാം. എന്നെപ്പോലെ ചിന്തിക്കുന്ന കുറച്ച് പേരൊന്നും കാണാതിരിക്കുകയല്ലോ. ഇരിക്കുന്ന ഭരണപക്ഷം ഈ പൈസ കൊണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കുറേ പദ്ധതികൾ ഈ വർഷം തന്നെ നടന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, ഞാൻ ആരെയും നെഗറ്റീവ് അടിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങളിതുപോലെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ.